എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 10 ചാപ്റ്റർ 3 അടുത്ത പാരഗ്രാഫാണ്. നോക്കിക്കോളൂ. ഗ്രന്ഥേ അസ്മിൻ. ഈ ഗ്രന്ഥത്തിൽ എത്രയാണ് അക്കം വായിക്കുക? 742. അതെങ്ങനെ നമുക്ക് സംസ്കൃതത്തിൽ പറയാം? ദ്വിചത്വാരിംശത് അധിക സപ്തശത. ഒന്നും കൂടി പറയാം. ദ്വിചത്വാരിംശത് അധിക സപ്തശത. 2 തൊട്ടിട്ടാണ് നമ്മൾ സംസ്കൃതത്തിൽ പറയേണ്ടത്. സസ്യാനാം സമസ്തമപി വിവരണം സചിത്രം പ്രസ്തൗതി. ഈ ഗ്രന്ഥത്തിൽ 742 സസ്യങ്ങളുടെ എല്ലാ വിവരണവും ചിത്രത്തോടുകൂടി പ്രതിപാദിച്ചിട്ടുണ്ട്. കൽപ്പവൃക്ഷ ഇതി പ്രഖ്യാതസ്യ നാളികേരവൃക്ഷസ്യ ഗുണസ്വരൂപാദീനി അസ്മിൻ പ്രഥമതയാ വർണ്ണിതാനി. അപ്പോൾ ഇതിൽ ആദ്യം വർണ്ണിച്ചിരിക്കുന്നത് ഏതു വൃക്ഷത്തെക്കുറിച്ചിട്ടാണ്? കൽപ്പവൃക്ഷം എന്ന പ്രസിദ്ധമായ നാളികേര വൃക്ഷത്തിൻ്റെ ഗുണസ്വരൂപങ്ങൾ മുതലായവ ഇതിൽ ആദ്യമായിട്ട് വർണ്ണിക്കുന്നു. തെങ്ങിനെ കുറിച്ചിട്ടാണ് ആദ്യമായിട്ട് ഇതിൽ വർണ്ണിച്ചിരിക്കുന്നത്. ലാറ്റിൻ, മലയാളം, അറബി, മലയാളം, ദേവനാഗിരി ഇത് സദസ്രുഭിഃ ലിപിഭിഃ സസ്യാനാം നാമലേഖനം അത്ര ദൃശ്യത്തെ. അപ്പം ലാറ്റിൻ, മലയാളം, അറബി, മലയാളം, ദേവനാഗിരി തുടങ്ങിയ 4 ലിപികളിൽ സസ്യങ്ങളുടെ പേര് അവിടെ ആലേഖനം ചെയ്തതായി കാണുന്നു. ഇതം പ്രഥമതയാ. ആദ്യമായിട്ട് മലയാള ലിപി അസ്മിൻ ഗ്രന്ഥ ഏവ മുദ്രിത അഭവത്. അപ്പം ആദ്യമായിട്ട് മലയാള ലിപിയാണ് ഈ ഗ്രന്ഥത്തിലാണ് അച്ചടിച്ചിട്ടുള്ളത്. അപ്പം മലയാള ലിപി ആദ്യമായിട്ട് അച്ചടിച്ചിരിക്കുന്നത് ഈ ഗ്രന്ഥത്തിലാണ്. അതാണ് അതിൻ്റെ അർത്ഥം വരിക. ഏതസ്യ ഗ്രന്ഥസ്യ അധ്യായനേന പ്രാചീനാനാം കേരളീയാനാം സാമാന്യചരിതം ച ജ്ഞാതും ശക്യതേ. അപ്പോൾ ഈ ഗ്രന്ഥത്തിൻ്റെ പഠനം കൊണ്ട് പണ്ടത്തെ കേരളീയരുടെ സാമാന്യമായ ചരിത്രവും അറിയുവാനായിട്ട് കഴിയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ മുമ്പ് നമ്മളൊരു വർഷം പഠിച്ചിട്ടുണ്ട്. ഏവം ആരഭതേ എന്ന് തുടങ്ങുന്ന പാരഗ്രാഫിൽ ഒരു വർഷം പഠിച്ചിട്ടുണ്ട്. ആ വർഷം എങ്ങനെയാ പറയുക? 1678 ആ വർഷം വരിക. എവിടെ നിന്നാണ് ഈ ഗ്രന്ഥം പ്രകാശിച്ചത്, അതേപോലെ തന്നെ ഏത് വർഷമാണ് ഈ ഗ്രന്ഥം പ്രകാശിച്ചത് എന്നുള്ളതാണ്. ആ വർഷം എങ്ങനെയാണ് വായിക്കുക? 1678 എന്നാണ്. അതെങ്ങനെയാണ് സംസ്കൃതത്തിൽ പറയാന്ന് വെച്ചാൽ 8 തൊട്ടിട്ടാണ് ആദ്യം പറയേണ്ടത്. അഷ്ട സപ്തഭ്യധിക ഷോഡശ ശതതമേ എന്നാണ് വായിക്കുക. ഒന്നും കൂടി പറയാം. 1678 വർഷം വരിക. അഷ്ട സപ്തഭ്യധിക ഷോഡശ ശതതമേ. ആ വർഷം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നന്നായി പഠിക്കുക. എൻ്റെ വീഡിയോസും ഷോർട്സൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ജനുവരി 2 തൊട്ട് സംസ്കൃതത്തിന് വേണ്ടിയുള്ള ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ മീറ്റ് വഴിയാണ് ക്ലാസ് നൽകുന്നത്. കേരള സിലബസിലുള്ള സ്റ്റാൻഡേർഡ് 5 തൊട്ട് 10 വരെയുള്ള കുട്ടികൾക്കാണ് ഈ ക്ലാസ്സസ് യൂസ്ഫുൾ ആവുക. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.